ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള ഖമേനി. അദ്ദേഹം പലപ്പോഴും ഒരു കൈ മാത്രം ഉപയോഗിക്കുന്നത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലുമൊക്കെ ഒരു കൈ മാത്രം ഉപയോഗിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്നിപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു വെടിനിർത്തലിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും സമാധാനപരമായി തുടരുകയാണ്. അതിനുശേഷം ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ പിന്നിൽ അനവധി കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുമുണ്ട്. ലോകം മാരകമായ മിസൈലുകളെയും ആയുധങ്ങളെയും എല്ലാം ഈ ഏറ്റുമുട്ടലിൽ, ഈ വളരെ കുറച്ച് ദിവസം മാത്രം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിലൂടെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ്, ആയത്തുള്ള ഖമേനി. മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം വഷളാകുന്ന സമയത്തെല്ലാം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. അദ്ദേഹം ലോകമെമ്പാടും എന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതാണ് മേൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രസംഗങ്ങളിലും ഫോട്ടോകളിലുമെല്ലാം പലരും ശ്രദ്ധിച്ചിട്ടുള്ള ഒന്നാണ്, അദ്ദേഹം എപ്പോഴും ഒരു കൈ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 1981 ജൂൺ 27 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ആ ദിവസം ആയത്തുള്ള ഖമേനി അബുസർ പള്ളിയിൽ ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. പരിപാടിക്കിടെ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ടേപ്പ് റെക്കോർഡർ വെച്ചു. കാരണം അക്കാലങ്ങളിലൊക്കെ ഉന്നതരുടെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ കലാപരിപാടികളോ റെക്കോർഡ് ചെയ്യാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ടേപ്പ് റെക്കോർഡർ ആയിരുന്നു. അപ്പോൾ ആ ടേപ്പ് റെക്കോർഡർ കൊണ്ട് ആ പ്രസംഗത്തിൻ്റെ അടുത്ത് വെച്ചു. പക്ഷെ അത് വെറും ഒരു ടേപ്പ് റെക്കോർഡർ മാത്രമായിരുന്നില്ല, അതിനുള്ളിൽ ഒരു ബോംബുണ്ടായിരുന്നു. ഉപകരണം സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ അത് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം തറയിൽ വീണു. ആ ബോംബാക്രമണത്തിന് ശേഷം ഖമേനിയുടെ വലത് കൈ ഭാഗികമായി തളർന്നുപോയി. അതുകൊണ്ടാണ് അദ്ദേഹം പൊതുസ്ഥലങ്ങളിൽ ഇടത് കൈ മാത്രം ഉപയോഗിക്കുന്നത്. ഇന്ന് ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം താൽക്കാലികമായ വിരാമത്തിൽ തുടരുകയും കൂടുതൽ സംഘർഷം ഉണ്ടാകുമെന്ന ഭയം ആളുകൾക്കുള്ളിൽ വളരുകയും ചെയ്യുമ്പോൾ, ലോകം മിസൈലുകളെയും ആയുധങ്ങളെയും ഒക്കെ നിരീക്ഷിച്ച് ഭയക്കുമ്പോൾ, അതിജീവനത്തിൻ്റെയും അധികാരത്തിൻ്റെയും നിരവധി കഥകൾ പറയുന്ന ഖമേനിയുടെ കഥ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഖമേനി മരിച്ചുപോയതായി ഡോക്ടർമാർ പ്രഖ്യാപിച്ചു. പക്ഷേ ഖമേനി എല്ലാ സാധ്യതകളെയും അതിജീവിച്ചു. 1981 ബോംബ് സ്ഫോടനത്തിൽ ആയത്തുള്ള ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈ തളർന്നു. ശ്വാസകോശത്തിൻ്റെയും ചെവിയുടെ നാഡികളുടെയും ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നെഞ്ചിൻ്റെ ഒരു വശത്ത് ഗുരുതരമായ പൊള്ളലേറ്റു. ബോംബിൻ്റെ കഷണങ്ങൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും തറച്ചു കയറി. അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ വഷളായി. ഒരു ഡോക്ടർ അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചു. എന്നാൽ മറ്റു ഡോക്ടർമാരുടെ ഒരു സംഘം അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല. അവർ ശസ്ത്രക്രിയ തുടർന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഖമേനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇടത് കൈ ഉപയോഗിച്ച് അദ്ദേഹം ഒരു ചോദ്യം എഴുതി. പള്ളിയിലെ എൻ്റെ കൂട്ടാളികൾക്ക് പരിക്കേറ്റു. എല്ലാവരും സുരക്ഷിതരാണെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എനിക്കെന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ വലത് കൈ ഇനി ഒരിക്കലും പ്രവർത്തിക്കില്ലെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു. ഇതിന് ഖമേനി ശാന്തമായി മറുപടി പറഞ്ഞു, എൻ്റെ തലച്ചോറും നാവും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ കൈ ആവശ്യമില്ല. അന്ന് മുതൽ ഖമേനി തൻ്റെ ഇടത് കൈ കൊണ്ടാണ് എല്ലാം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വലത് കൈ സ്ഥിരമായി വൈകല്യമുള്ളതായി തുടരുന്നു. അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായി ഇന്നും അദ്ദേഹം ആ പരിക്ക് വഹിക്കുന്നു. ഇറാനിലെ പരമോന്നത നേതൃസ്ഥാനമാണ് ആയത്തുള്ള. ഇപ്പോഴുള്ള ആയത്തുള്ള അലി ഖമൈനി. അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവും മുൻ പ്രസിഡന്റുമാണ്. ആയത്തുള്ള ഖമൈനി ആദരി വംശജനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവേരുകൾ അസർബൈജാനിലേക്ക് നീളുന്നു. ഇറാനിൽ മക്തബ ഖാന എന്നറിയപ്പെടുന്ന മത പാഠശാലയിൽ നിന്നാണ് ഖമൈനി ബാല്യകാല വിദ്യാഭ്യാസം നേടിയത്. പിന്നീട് ദാറുത്ത അലിമെ ദിയാനത്തിയിൽ
പഠനം തുടർന്നു. അതോടൊപ്പം പിതാവറിയാതെ സ്റ്റേറ്റ് സ്കൂളിലെ ഈവനിംഗ് കോഴ്സിന് ചേർന്ന അദ്ദേഹം സെക്കൻഡറി സ്കൂളിൽ നിന്നും സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായി. നജഫിലെയും കുമ്മിലെയും ഷിയ സെമിനാരികളിൽ നിന്ന് ദൈവശാസ്ത്ര പഠനത്തിൽ ബിരുദം നേടി. ആയത്തുള്ള സയ്യിദ് മൂസവി ഖുമൈനിയും ആയത്തുള്ള ബുറൂജിർദിയും കുമ്മിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകരായിരുന്നു. ഇറാൻ വിപ്ലവത്തിൻ്റെ ആചാര്യനും ഗുരുനാഥനുമായിരുന്ന ആയത്തുള്ള സയ്യിദ് മൂസവി ഖുമൈനി ആയിരുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത്. 77 ഉലാമ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. പിന്നീട് ഖുമൈനിയുടെ വിപ്ലവ പ്രസ്ഥാനമായും ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയായും രൂപാന്തരം പ്രാപിച്ചത് ഇതേ ഉലാമ മുജാഹിദീനാണ്. ആയത്തുള്ള ബുറൂജുർദിയുടെ മരണശേഷം ഇറാനിലെ ആധികാരിക മത നേതൃത്വമായി ഖുമൈനിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. വിപ്ലവ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ആയത്തുള്ള സയ്യിദ് മൂസവി ഖുമൈനി രൂപം കൊടുത്ത റവല്യൂഷണറി കമാൻഡ് കൗൺസിലിൽ ആയത്തുള്ള അലി ഖുമൈനി അംഗമായിരുന്നു. 1979 ഫെബ്രുവരി 1 വിപ്ലവ സേനയുടെ കമാൻഡറായി ചുമതലയേറ്റു. പിന്നീട് പ്രതിരോധ കൗൺസിലിൽ വിപ്ലവ കൗൺസിലിന്റെ പ്രതിനിധിയായും പ്രതിരോധ സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 1981 86 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 95% 86% ഒക്കെ വോട്ടുകൾ നേടി ഇറാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1989 ജൂൺ 3 ആയത്തുള്ള സയ്യിദ് മൂസവി ഖുമൈനി അന്തരിച്ചതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. 20 മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ എക്സ്പെർട്ട് അസംബ്ലിയിൽ 74 60 വോട്ട് നേടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഖമൈനി പേർഷ്യൻ, ഇംഗ്ലീഷ്, അറബിക്, ടർക്കിഷ്, ആദരി തുടങ്ങിയ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യും. ഇന്ത്യൻ കവിയായ അല്ലാമ ഇക്ബാലിനെ കുറിച്ചുള്ള ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ കവിയും തത്വചിന്തകനും അടക്കം ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം.